कभी अलविदा ना कहना चलते Without any delay, let's start this beautiful day and let's have you. As we begin our program, back on the कभी अलविदा ना कहना हंसते घुमाते रहना कभी अलविदा ना कहना कभी अलविदा ना कहना चलते ശേഷം സുജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ ഒരു കോളേജ് ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജയപ്രകാശ് സാർ. പിന്നെ ദെൻ ഐ വിൽ കം ബാക്ക് മീറ്റിംഗ് സുജിത്തിൻ്റെയും പേര് വിളിക്കാന്ന് പറയുന്നത് ഇപ്പോൾ സുജിത്ത് നമ്പ്യാരൊക്കെ ആയി, പണ്ട് നമ്പ്യാരായിരുന്നില്ല. എന്തായാലും 25 വർഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇയർ ബൈ ഇയർ ചെയ്യുന്ന പ്രോഗ്രാമാണെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത് സുകേഷ് പറഞ്ഞതിന് ശേഷം. അതിനു മുന്നേ ഇതിൽ സന്തോഷം എല്ലാത്തിനും. Thank you very much. Happy birthday. ഇന്ന് രാവിലെ വന്നപ്പോഴാണ് സർ, ലക്ഷ്മണൻ സർ, രഞ്ജിത്ത് സർ, YV സുകുമാരൻ സർ ആകാമെന്ന് വിചാരിക്കുന്നു. പ്രിൻസിപ്പൽ എന്ന രീതിയിൽ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. Govindan sir, he is HOD in mechanical department now. Srikumar sir, professor in electrical department. പിന്നീട് നമ്മുടെ SIO സാറ് ലൈബ്രറിയുടെ. പിന്നീട് നമ്മൾ വന്ദന മിസ് നിങ്ങളുടെ കൂടി പഠിപ്പിച്ച അധ്യാപികയാണെന്ന് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ഒക്കെ എല്ലാവരെയും ഔപചാരികമായി ഈ വേദിയിലേക്ക് കോളേജ് ഒന്നായിട്ട് നമ്മുടെ കോളേജിന് മാറാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിലൊക്കെ അറിഞ്ഞു കാണും. APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പളായിട്ട് വന്നത് എത്രയോ കാലമായി. അപ്പം നിങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ 25 കൊല്ലം മുൻപാണ്.
വളരെ കാലം മുൻപാണെങ്കിലും വളരെ ഉണർന്നിരിക്കുന്ന ഓർമ്മകൾ അവിടുത്തെ ജീവിതം കോളേജിൽ മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തിന് കാരണക്കാരായ അതിൻ്റെ ഭാഗമായ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ. Memory of our college days. സുജിത് ഉദ്ഘാടനം ചെയ്ത പ്രിൻസിപ്പൽ, നമ്മുടെ ബഹുമാന്യരായ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഇവിടുന്ന് ഇറങ്ങിയ ഞങ്ങൾ കാൽനൂറ്റാണ്ടിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പെർമിഷനായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പളിനെ കാണാനാണ് ഞാൻ വളരെ കാലത്തിന് ശേഷം ഈ കോളേജിൽ വന്നത്. ഞാൻ എൻ്റെ സുഹൃത്ത് സുകേഷിൻ്റെ കൂടെയാണ് പ്രിൻസിപ്പളെ കാണാൻ പോയത്. നേരിൽ നടക്കാൻ കാരണം സാറിന് കൊടുക്കാം. ഞാൻ സുകേഷിൻ്റെ കൂടെ സാറിൻ്റെ കൂടെ ക്യാമ്പസൊക്കെ കണ്ടു. ലൈബ്രറിയിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ senior faculty members, MC സുജിത്, മെഹിജിന വായ്പൊള്ളാത്ത പേരായിരുന്നു, ഉണ്ണികൃഷ്ണൻ, അതൊരു ഫീലിങ്സ് ശരിക്കും നമ്മളെ പഴയ കാലത്തിലേക്ക് കുറച്ചൊക്കെ കൊണ്ടുപോയി. കണ്ടപ്പോഴേ പറഞ്ഞ സാറ് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു ഇപ്പോഴും ആ വഴക്കിൻ്റെ ദേഷ്യം ഉണ്ടോ? ഏതായാലും അതൊന്നും വളരെ അഭിമാനമുണ്ട്. കാരണം നമ്മുടെയൊക്കെ പഠിപ്പിച്ച കുട്ടികൾ ഇലക്ട്രോണിക്സിനടക്കം കുട്ടികളെ പഠിച്ചെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. വാസ്തവം പറഞ്ഞ ഗ്രാഫിക്സ് നമുക്കൊന്നും കിട്ടാൻ പകുതി പേരും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മക്കളും ബാക്കി പുറത്തുള്ള വേൾഡ് വൈഡായിട്ടുള്ള ആൾക്കാരെ വെച്ച് ഏകദേശം 80 വർഷത്തോളമുള്ള സർവേ ആയിരുന്നു. ടീനേജിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും അവരെ ഇൻ്റർവ്യൂ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ എനിക്കൊന്ന് അടുത്ത കാലത്താണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത്. അപ്പോൾ അതിലെ കണ്ടെത്തൽ വളരെ സിമ്പിളായിരുന്നു. പീപ്പിൾ ഹു ആർ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി, ദേ ആർ മോർ ഹാപ്പി ആൻഡ് ദേ ആർ മോർ ഹെൽത്തി ഓൾസോ. ആയുസ് വെച്ച് നോക്കിയാൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് വെക്കുന്ന ആൾക്കാരായിരിക്കും വളരെ സന്തോഷവാന്മാരും അവരുടെ ആയുസ്സും വളരെയധികം കൂടുതലായിരിക്കും. അപ്പം ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് റീയൂണിയനിൽ അതിൻ്റെ സ്വപ്നം കണ്ട് ഞെട്ടി വിയർത്തി മഹത്തായതായത് കൊണ്ട് തന്നെയാണ് കരുതാം. 95 ക്യാമ്പസിൽ കാലുവെത്തുമ്പോൾ ആഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുന്ന് നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്യാൻ വരുന്നത് ഒരു ഡിസംബർ 15 ആ സമയത്ത് അങ്ങനെയായിരുന്നു. ക്ലാസ്സിൽ ഇരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ് ഇലക്ട്രോണിക്സിൽ ഉണ്ടായിരുന്നു, റിനിലിൻ്റെ വീട്ടിലായിരുന്നു. തിരിച്ചു പോകുന്നുള്ള രീതിയിലായിരുന്നു. ആ രീതിയിലായിരുന്നു ഭീഷണി പഠിപ്പിക്കലൊക്കെ. പിന്നെ നെക്സ്റ്റ് ഡേയും ഇതേപോലെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞ് അപ്പം ആ ഏരിയ ധൈര്യത്തോടെ നടക്കാന്നുള്ള അവസ്ഥ വന്നു. You know, imagining your audience naked will always make you less nervous. But I'm honestly feeling very uncomfortable now by trying that on some of you actually. എൻ്റെയും മുരളിയുടെയും മുരളിയുടെയൊക്കെ ക്ലാസ്സിൽ തന്നെ പഠിച്ചൊരു പാവം കുട്ടിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം അറിയാൻ പാടില്ല. ആക്ച്വലി ചേർന്നിരുന്നു അങ്ങനെ. അപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ട് ആക്ച്വലി ബാക്ക് ബെഞ്ചർ ആയിരിക്കേണ്ട ഞാൻ ആക്ച്വലി ഫ്രണ്ട് ബെഞ്ചിൽ എൻ്റെ ജീവിതം തുടങ്ങി. പിന്നെ ഞാൻ ബാക്ക് ബെഞ്ചിൽ നിന്നുള്ള അധോലോകത്തിലേക്ക് പോകാൻ നോക്കിയിട്ടേ ഇല്ല ആക്ച്വലി. പിന്നെ ഹോസ്റ്റലിലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് ഒരിക്കൽ കൂടി കാണുവാനും
പഴയ മെമ്മറികളൊക്കെ പുതുക്കുവാനും കിട്ടിയ ഒരു അപൂർവ സംഭവമാണ് ഇന്ന്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. That have defined our journeys. Let's just go memory lane. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കെമിസ്ട്രി എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ായിരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മുടെ മിനിമം ടൈം ഓഫ് ഇൻട്രാക്ഷൻ ഇറ്റ് വാസ് 1 hour. അന്ന് ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും അടുത്തിരിക്കുന്ന കുട്ടിയുടെ പേപ്പർ എക്സാമിനേഷൻ ഹാളിൽ വെച്ച് നോക്കാത്ത, ഒരുപക്ഷെ NSS ക്യാമ്പിലൊക്കെ തന്നെ പ്രോഗ്രാം ഓഫീസേഴ്സിനും സ്റ്റുഡൻസിനും ഇടയിൽ മറ്റൊരു പ്രോഗ്രാം ഓഫീസറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഷർച്ച്, പിന്നെ മനോജ്, എല്ലാ കാലത്തും മനസ്സിലുള്ള ഓർമ്മകളാണത്.